ഹലോ കൂട്ടുകാരെ, അലീനയുടെയും മനുവിൻ്റെയും വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് നോക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ പനി പിടിച്ചിരിക്കുന്ന അലീനയെ മത്സരിച്ച് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുകയാണ് ബബിയും കൃഷ്ണജും രോഹിത്തെല്ലാം. വീട്ടിൽ തികച്ചും ശാന്തപരമായൊരു അന്തരീക്ഷം. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ പണ്ടത്തെ പോലെ തമാശയും കളിയും ഒക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇടയ്ക്ക് കൃഷ്ണമോള് ബബിതയെ കളിയാക്കുന്നുണ്ട്. ചേച്ചി ഇപ്പോൾ ബബിതേച്ചി അലീന ചേച്ചിയെ കണ്ട് പഠിക്കുകയാണിപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ബബിത അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കുന്നില്ല. അല്ലല്ല, ഞാൻ എന്തിനാണ് അലീന ചേച്ചിയെ അത് കണ്ട് പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ബബിയും മറുപടി പറയും. പിന്നെ അവരൊരുമിച്ച് കുറേ പ്ലാനുകളും പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബാലചന്ദ്രൻ വളരെയധികം സന്തോഷത്തിലാണ്. ബാലചന്ദ്രൻ അത് പ്രകടിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ പോയാൽ മതി, എല്ലാവരും നല്ല ഐക്യത്തിലും സന്തോഷത്തിലും പോയാൽ മതി എന്ന് പറഞ്ഞ് ബാലചന്ദ്രനും അവിടെ സന്തോഷം കാണിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ചേച്ചി അനിയത്തിയും കൃഷ്ണജയും ബബിയും കൂടി മുറ്റം അടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ മുറ്റം അടിക്കുന്നതിൻ്റെ ഒരു ബഹളമൊക്കെ കേട്ടിട്ട് അലീന ജനൽ തുറന്ന് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചും തറുതല പറഞ്ഞും മുറ്റടിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ അലീനയ്ക്ക് വളരെയധികം സന്തോഷവും. അലീന അതിങ്ങനെ നോക്കി നിൽക്കും. നോക്കി നിൽക്കുന്നതിനിടയ്ക്ക് ബാലചന്ദ്രൻ ആ മുറിയിലോട്ട് വരും. മുറിയിലോട്ട് വന്ന് ചോദിക്കുമ്പോൾ, നീ എന്താ ഈ നോക്കി നിൽക്കുന്നത്? ഒന്നുമില്ല അച്ഛാ, ഞാൻ ഇതൊക്കെ അങ്ങനെ കണ്ടു നിൽക്കുകയായിരുന്നു. ഈ കിടപ്പ് എന്തായാലും നല്ല സുഖമുണ്ട്, ഒരു പണിയും ചെയ്യണ്ട, നല്ല സന്തോഷവും ഇവരുടെ ഈ കളിയും തമാശയും ഒക്കെ ഒന്ന് കാണാൻ പറ്റും. ഞാനിങ്ങനെ കുറച്ച് ദിവസം കൂടി കിടന്നാലോ എന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ, പൊന്നു മോളെ, എന്നെ നീ കൊടുക്കല്ലേ. കാരണം നീ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വായിക്ക് രുചിയായിട്ട് ഒന്നും കിട്ടുന്നില്ല. നിനക്ക് ചുക്ക് കാപ്പിയാണെങ്കിൽ എനിക്ക് ചുക്ക് കാപ്പി, നിനക്ക് കഞ്ഞിയാണെങ്കിൽ എനിക്ക് കഞ്ഞി. അതുകൊണ്ട് നീ ഒന്ന് വേഗം എണീക്കുക, എന്നിട്ട് വേണം എനിക്ക് വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാനെന്ന് പറഞ്ഞ് അവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളി പറഞ്ഞ് ഇരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും ഇഷ്ടപ്പെടാതെ അപ്പുറത്ത് റൂമിൽ ഒറ്റപ്പെട്ടിട്ട് വൈജ ഇരിക്കുന്നുണ്ട്. വൈജിയോട് ബബിത പറഞ്ഞിരുന്നു, അമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നാൽ എന്താണ് കുഴപ്പം എന്ന് ബബിത ചോദിച്ചിരുന്നു. പക്ഷേ വൈജ അതൊരിക്കലും സമ്മതിക്കില്ല. വൈജ പറഞ്ഞു, അവൾ എന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, അലീന എന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, അന്നേ ഞാൻ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞ് വൈജയും വളരെയേറെ വാശിയിലാണ്. അങ്ങനെ രാത്രിയായി. അലീന കിടക്കാൻ നേരത്ത് അന്നത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സന്തോഷം കൊണ്ട് അലീനയുടെ കണ്ണുകൾ നിറയുകയാണ്. കാരണം ഇത്രയും ഒരു നല്ല കുടുംബത്തെയും ഒരച്ഛനെയും അവൾക്ക് കിട്ടിയതിൻ്റെ സന്തോഷം അവളുടെ കണ്ണുകളിൽ കാണാം. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. അലീനയുടെ കൂടുതൽ വിശേഷങ്ങളും കഥകളും അറിയാൻ നിങ്ങൾ ഈ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക. താങ്ക്